ഗുഡ് RCM, ജയ് RCM. ഇറ്റ്സ് മീ അഞ്ജു പ്രശാന്ത് ഫ്രം രാമനാട്ടുകര. ഞാൻ ഇന്നത്തെ വീഡിയോ വരാൻ കാരണം പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഉപകാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണെന്ന് കരുതിയിട്ട് പുരുഷന്മാരുണ്ടെങ്കിൽ കേൾക്കാതെ പോവണ്ട. കാരണം അവരുടെ വീട്ടിൽ അമ്മയും സഹോദരിമാരും ഭാര്യയും ഒക്കെ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ സാനിറ്ററി പാഡുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഒരു 8 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ പെൺകുട്ടികളിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല രക്ഷിതാക്കൾക്കും ടെൻഷനാണ് അല്ലേ, എന്താണ് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പാഡുകളിൽ പലതും രാസവസ്തുക്കൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ അത് യൂട്രസ് സംബന്ധമായിട്ടും സെർവിക്കൽ സംബന്ധമായിട്ടുമുള്ള പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് RCMലെ പാഡുകളുടെ പ്രത്യേകത? RCMൽ നമുക്ക് ആദ്യം 3 തരത്തിലുള്ള പാഡുകൾ വരുന്നുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ ഒന്ന് കീസോളിൻ്റെ സേഫ് ആൻഡ് ലോങ്, പിന്നെ ഒന്ന് വരുന്നത് എക്സ്ട്രാ റെഗുലർ എക്സ്ട്രാ ലോങ് പാഡ്, അത് ഇതാണ്. പിന്നെ ഒന്ന് വരുന്നത് ഓറഞ്ച് കളറുള്ള കംഫി സൂപ്പർ കംഫി റെഗുലർ പാഡുകളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള പാഡുകളാണ് RCMലുള്ളത്. അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത്. ഇതിനൊക്കെ ആണെങ്കിൽ MRP വരുന്നത് 35 രൂപയാണ്. ഇതിന് MRP വരുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 84 രൂപയാണ്. പക്ഷേ നിങ്ങളൊരു ഐഡിയ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ, ഇത് കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാഡുകൾ കോട്ടൺ ആണെന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ ടോപ്പ് ലെയർ വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. നമുക്ക് ഈ പാഡെല്ലാം വരുന്നത് 7 ലെയറാണ്. ആദ്യമായിട്ട് എനിക്ക് കുറച്ചും കൂടി സേഫായിട്ടുള്ളൊരു പാഡ് തോന്നിയത് ഇതാണ്, കീസോളിൻ്റെ സേഫ് ആൻഡ് ലോങ് പാഡ്. ഇത് XXL ആണ്. നമുക്ക് നല്ല കവറേജ് തരുന്നുണ്ട്, ഒരുപാട് ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കര ടെൻഷനാണ് അല്ലേ. ലീക്കേജ് വരിക എന്നുള്ളത് ഒരു ഭയങ്കര വിഷയമാണ്. ആ പീരീഡ്സിൻ്റെ ആ സമയങ്ങളിൽ സ്കൂളിൽ ലീവാക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകാതെ നിൽക്കുന്ന ഒത്തിരി പിള്ളേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നമ്മളിത് വാങ്ങി ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുള്ളൂ. ISI മുദ്രയുള്ള പാഡാണിത്. ISI മുദ്രയുള്ള പാഡാണ്. ഏനിയോൺ സ്ട്രിപ്പുള്ള പാഡാണ്. ഏനിയോൺ സ്ട്രിപ്പ് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ അത് കയറി ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗത്തുകൂടെ നമുക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, അതുപോലെ ഈ വയറുവേദന, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവുന്നില്ല. നമുക്ക് ഒരുപാട് നേരം കിട്ടും. ഇത് രാത്രി കാലങ്ങളിലേക്കാണ് പറയുന്നതെങ്കിലും പകലും നമുക്കിത് വളരെ സേഫാണ്. കാരണം രാത്രി കാലങ്ങളിൽ നമുക്ക് അലറാൻ വെച്ച് എണീറ്റ് ഇന്ന് പാഡ് മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു ഉറങ്ങിയ പിന്നെ ഒരു ഉറക്കമാണ്, ആന കുത്തിയ പോലും അറിയാത്തൊരു ഉറക്കത്തിലായിരിക്കും അധികം ആൾക്കാരും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും ഇത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എനിക്കൊരു പ്രത്യേകത തോന്നിക്കുന്നത് ഇത് 7 ലെയർ വരുന്നുണ്ട്. ഫുൾ കോട്ടൺ ആണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് ഫുൾ ജെല്ലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീക്കാവില്ല, ഒരുപാട് ഇതിൽ അബ്സോർബ് ചെയ്യും. പിന്നെ നമുക്ക് അറിയാലോ, പാഡൊക്കെ മാറ്റുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പാഡൊക്കെ നമ്മളിത് മാറ്റുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ ഇച്ചിങ്, ഇറിറ്റേഷൻ അല്ലേ, നമുക്ക് ഒരു ഭയങ്കര അസ്വസ്ഥതകൾ, പുകച്ചിൽ കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ പാഡിൽ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതെല്ലാം ബ്രീത്തബിളാണ്. ബ്രീത്തബിൾ ആയതുകൊണ്ടാണ് ആ ബാഡ് സ്മെല്ലില്ലാത്തത്. അപ്പോൾ ബാക്ടീരിയയുടെ ആ ഒരു കടന്നുകയറ്റും അതിക്രമങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ പാഡ് നമ്മൾ വെച്ചതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പാഡ് വരുന്നത് ഇതെങ്ങനെയാണെങ്കിലും നമുക്ക് 4-5 മണിക്കൂർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. ഇതിൽ അമേരിക്കൻ വുഡൻ പൾപ്പാണ് കൂടുതലായിട്ടുള്ളത്. കോട്ടനാണ്. ഒന്നും നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും നമ്മൾ ഇത് ചെയ്യുന്നില്ല. പിന്നെ ഇത് വരുന്നത് സൂപ്പർ കംഫി വരുന്നത്, അതായത് പീരീഡ്സ് തുടങ്ങി 3-4 ദിവസങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ബ്ലീഡിങ് കുറവുള്ള സമയത്ത് നമുക്ക് ചെറിയ പാഡിൻ്റെ ആവശ്യമേ ഉള്ളല്ലോ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സേഫായ ഒരു പാഡാണിത്. പ്യുവർ എല്ലാം വരുന്നത് കോട്ടൺ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, ഇത് മണ്ണിലിട്ട് കഴിഞ്ഞാലും അലിഞ്ഞു പോകും. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെന്ത് കിട്ടിയാലും ഒരാൾ പറയുന്നതിനേക്കാൾ കേട്ടിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മളതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഇതല്ലേ. ആദ്യമായിട്ട് ഞാൻ ഈ പാഡ് ഉപയോഗിച്ച സമയത്ത് ഞാനിതുപോലെ മണ്ണ് കുഴിച്ചിട്ടിട്ടു. 6 മാസം എന്നാണ് പറയുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ഏകദേശം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് കിടന്നിട്ട്. അപ്പോൾ അത്രയും സേഫാണ്. ഇനി നിങ്ങൾ ടോയ്ലറ്റിലിട്ട് കഴിഞ്ഞാലും നമുക്കത് കെട്ടിക്കിടന്ന് ടോയ്ലറ്റ് ബ്ലോക്കാവൊന്നും പേടിക്കാനൊന്നുമില്ല. അത് വെള്ളത്തിലായാലും അലിഞ്ഞു പോകും, മണ്ണിലായാലും അലിഞ്ഞു പോകും. ധൈര്യമായിട്ട് നമുക്ക് കത്തിക്കുകയും
ശ്വസിക്കുകയും ചെയ്യാം. അത് ശ്വസിച്ചെന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനൊന്നും യാതൊരു തരത്തിലുള്ള കേടും ഉണ്ടാക്കുന്നില്ല. പിന്നെ എനിക്കിതിൻ്റെ ഒരു ഗുണം ഒന്ന് പറയാൻ വെച്ചത്, സ്ഥിരമായിട്ട് ഒരു 2-3 മാസം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ ഈ 5-6 ദിവസം 7-8 ദിവസമൊക്കെ നിൽക്കുന്ന പീരീഡ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് 3-4 ദിവസങ്ങളിലേക്ക് ചുരുങ്ങി കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് അത് പെൺകുട്ടികൾക്കേ മനസ്സിലാവുള്ളൂ, അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഇത് തരുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പാഡുകൾ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം അതിൻ്റെ പ്ലാസ്റ്റിക് ലെയർ, പിന്നെ അതിൽ എന്താ ഫ്രാഗ്രൻസ് അല്ലേ, ചില പാഡുകൾ എടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അതൊക്കെ ഹാംഫുൾ കെമിക്കൽസ് ചേർത്ത് വരുന്നത് കൊണ്ടാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്, പ്രത്യേകിച്ച് യൂട്രസ് അല്ലേ. നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് യൂട്രസാണ്. കുറേ കഴിയുമ്പോൾ യൂട്രസിൽ മുഴയുണ്ടാവാനും യൂട്രസ് സംബന്ധമായ ക്യാൻസറുകൾക്കോ സർവിക്കൽ ക്യാൻസറുകൾക്കൊക്കെ പാഡ് കാരണമാവുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന വില കുറഞ്ഞ പാഡുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ഒരു കൈമേലൊക്കെ ഒരു മുറിവ് പറ്റിയാലൊന്നും നമ്മൾ പ്ലാസ്റ്റിക് കവറല്ലല്ലോ എടുത്ത് കെട്ടുക അല്ലേ, നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്താൽ കെട്ടുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും. നമുക്കറിയാം, പീരീഡ്സ് സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചൂടുള്ള സമയമാണ്, ചൂട് ബ്ലഡാണ് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കും കൂടി വെക്കുമ്പോൾ ഡയോക്സിൻ എന്നുള്ളൊരു വാതകം ഉണ്ടാവുകയും ചെയ്യും. അത് നേരെ പതിയെ യൂട്രസിലേക്കാണ് പോകുന്നത്. ഒരു 1-2 വർഷം കൊണ്ടൊന്നല്ല, നമ്മളിത് ഒരു 10-50 വയസ്സ് വരെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റുക. ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് യൂട്രസ് ഇല്ല. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളൊക്കെ മാർക്കറ്റിലെ പാഡുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഹൈജീൻ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു കാലം തന്നെയാണ്. ആ ഒരു പീരീഡ്സിൻ്റെ സമയം എന്ന് പറയുന്നത് അത്രയും ഹൈജീൻ നമ്മൾ പാലിക്കണം. അതിനെ നിസ്സാരമായിട്ട് അതെല്ലാ മാസത്തിലും വന്നു പോകുന്ന എന്തോ ഒന്ന് പോലെ കാണാതെ അതിനെ അത്രയും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കോട്ടൻ്റെ പാഡുകൾ ഉപയോഗിക്കുക. കപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പ്രസവം കഴിഞ്ഞവർക്കൊക്കെ കപ്പ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല എന്നാണ് പറയുന്നതെങ്കിലും മാക്സിമം കപ്പിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക. ചിലപ്പോൾ നമുക്ക് ഇന്നൊരു സേഫ്റ്റി തോന്നിയിരിക്കാം, പക്ഷെ നാളെ മറ്റന്നാൾ അതൊരു വലിയൊരു ആപത്തിലേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. തീർച്ചയായിട്ടും കേൾക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ചു അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുക. ജയ RCM, ഗുഡ് RCM.